ഒത്തിരി കാത്തിരുന്ന ദിവസമാണ്. കൂട്ടുകാരുടെ ഒക്കെ കല്യാണം ഉണ്ടെങ്കിൽ നമുക്കത് അത്രയും സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ളൊരു സ്പെഷ്യലായ ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അഖിലയുടെ കല്യാണത്തിനാണ് കേട്ടോ ഞാൻ ഗുരുവായൂർ എത്തിയിട്ടുള്ളത്. ഗുരുവായൂർ അമ്പലത്തിലെ കല്യാണം ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രാവശ്യത്തെ കല്യാണം ഭയങ്കര ഡിഫറെന്റ് ആണ്. തിരക്കിന്റെ അഭിഷേകം തന്നെയായിരുന്നു. ചെക്കനും പെണ്ണും അടക്കം 30 പേര് കണ്ടിട്ടോ ഈ കല്യാണം കാണാൻ പറ്റൂ. നല്ല ശുഭമായിട്ട് തന്നെ കല്യാണം അങ്ങനെ കഴിഞ്ഞു. ചെക്കനും പെണ്ണും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മാല മാറ്റൽ ചടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ഗുരുവായൂരുള്ള ജനപ്രവാഹം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ അത്, എങ്ങനെ കടക്കും, എങ്ങനെ വരും എന്നാണ് കേട്ടോ നമ്മൾ ചിന്തിച്ചു പോവുക. എനിക്ക് ഈ ഒരു കല്യാണം കാണാൻ പറ്റിയത് ഭയങ്കര സംഭവ ബഹുലാണ് കേട്ടോ. കാരണം അത്രയും തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ വന്നിട്ടാണ് ഈ ഒരു കല്യാണം കാണാൻ പറ്റിയത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വേഗം പോകണം കേട്ടോ. പിന്നെ അവിടെ നിൽക്കാൻ അധികം നേരം പെർമിഷൻ ഇല്ല. ഈ ഒരു തിരക്ക് കണ്ടു. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അതിനുള്ളിൽ നിന്ന് പുറത്ത് ചാടിയത്. പിന്നെ നേരെ ഓടിച്ചോർത്തേക്ക് പോയി. ഇത് അഖിലയുടെ അച്ഛനും അമ്മയാണ്. പിന്നെ എനിക്കൊരു അപ്രത്യക്ഷമായിട്ട് അവിടെ നിന്നൊരു പൂത്താലം പിടിക്കാനൊക്കെ എനിക്കും അമ്മയ്ക്കും പറ്റി. അങ്ങനെ ചെക്കനും പെണ്ണിനെയും വരവേറ്റത് ഞങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അത്രയും സ്പെഷ്യലായിട്ട് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ പൂത്താലം പിടിച്ചാൽ വരവേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഗുരുവായൂർ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിൽ തന്നെയാണ് കേട്ടോ അവർ ഹോളും ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് പിന്നെ ബാക്കി ചടങ്ങും പുടവ കൊടുക്കലും മാലയിടലും കാര്യങ്ങളും കേട്ടോ. പിന്നെ അച്ഛൻ കൈ പിടിപ്പിച്ച് കൊടുക്കുകയാണ് പെൺകുട്ടിയുടെ. അപ്പോൾ അതുവരെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് കേട്ടോ ഈ കൂടെ ഉള്ളത്. പിന്നെ അവളുടെ അച്ഛമ്മയും അച്ഛനുമാണ്. പിന്നെ ഞങ്ങളും സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഒരു അടിപൊളി സദ്യയും കഴിച്ചപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.